ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് പണ്ടത്തെ അവരുടെ സ്വഭാവത്തിൽ നിന്നും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് ഇട്ട പോലത്തെ ഒരു ഫീല്, നിങ്ങളോട് സംസാരിക്കുന്നത് കുറവാണ്, നിങ്ങളെ കെയർ ചെയ്യുന്നത് കുറവാണ്, അതേപോലെ നിങ്ങൾക്ക് അറ്റൻഷൻ തരുന്നത് കുറവാണ്, അവർ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ടൈം അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് നിങ്ങൾക്ക് തരുന്ന ആ ഒരു ടൈം അതെല്ലാം കുറഞ്ഞ പോലെ. ശരിക്കും നിങ്ങൾ നിങ്ങളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവും, ഇവരിപ്പോൾ ചേഞ്ച് ആയിരിക്കുകയാണോ അതോ എനിക്ക് തോന്നുകയാണോ? നമ്മൾ ചിലപ്പോൾ അവരോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ വൈഫിനോട് നമ്മൾ ചോദിക്കുന്നുണ്ടാവും എന്താണെന്ന്, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അവർ പറയും ഇല്ല, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും ഇങ്ങനെ. പക്ഷെ ശരിക്കും ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർ പതിയെ നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഡിസ്റ്റൻസ് ഇട്ടിരിക്കുകയാണെങ്കിൽ ശരിക്കും ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ശരിക്കും ഇതിൻ്റെ ഒരു എക്സാക്റ്റ് റീസൺ എന്തായിരിക്കും എന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഒന്നാമത്തെ റീസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫീലിങ്സ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർ സൈലൻസിലേക്ക് പോകുന്നതിന് മുന്നേ ഉറപ്പായിട്ടും പാർട്ട്ണറോട് നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് അത് ഓർമ്മ ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡിൽ അതൊന്നും ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ അവർ നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടായിരിക്കും അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളിൽ നിന്നും അറ്റൻഷൻ കിട്ടുന്നില്ല, അത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല എന്നൊക്കെ അവർ ഭയങ്കര ദേഷ്യപ്പെട്ട് ഒരു ഭ്രാന്തിയെ പോലെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവളെന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത്, എന്തിനാ ഇത്രയും ഓവറാക്കുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അത് ഇഗ്നോർ ചെയ്തിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവർ കരഞ്ഞിട്ടായിരിക്കും നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ ആ ഒരു സമയത്ത് ഇവളെന്ത് ഡ്രാമാറ്റിക് ആണ്, ഇത്തരം ചെറിയ കാര്യങ്ങൾക്കൊക്കെ എന്തിനാണ് കരയുന്നത്, ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് അവൾ കരഞ്ഞുകൊണ്ട് പറയുന്ന കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടാവില്ല. സോ ഇതാണ് ഇതിൻ്റെ ഒരു റൂട്ട് കോസ്, അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഡിസപ്പോയിൻമെന്റ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതായത് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാരീഡ് ലൈഫിന്റെ ബിഗിനിങ്ങിലൊക്കെ നമ്മൾ പാർട്ട്ണറിന് ഒരുപാട് പ്രോമിസുകൾ കൊടുക്കും. ഞാൻ നിന്നെ അങ്ങനെ നോക്കിക്കോളാം, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്തോളാം, ഞാൻ നിനക്ക് എന്ത് പ്രശ്നം ലൈഫിൽ വരികയാണെങ്കിലും ഞാൻ നിന്റെ കൂടെ നിന്നോളാം. ഇത് നമ്മൾ ചിലപ്പോൾ വെറുതെ പറയുന്നതാവാം, പക്ഷേ ഇത് കേൾക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരവരുടെ ഉള്ളിൽ ഇത് കീപ്പ് ചെയ്ത് വെക്കും. എനിക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും എൻ്റെ പാർട്ട്ണർ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഞാൻ എന്തൊരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാവും, എൻ്റെ പാർട്ട്ണർ ഉണ്ടാവും. ഈ ഒരു കാര്യം അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ, അതായത് നിങ്ങൾ മാരീഡ് ലൈഫിലേക്ക് കടന്നു വരുന്ന സമയത്ത് അതിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് ലൈഫിൽ പ്രോബ്ലംസ് വരുമ്പോൾ ഈ പറഞ്ഞ നിങ്ങളൊന്നും അവിടെ കാണാൻ സാധിക്കില്ല ചില സമയത്ത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു പ്രോമിസ് അവിടെ ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തില് പ്രോമിസുകൾ ബ്രേക്ക് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുമ്പോൾ, അതുപോലെ അവർ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരുമ്പോൾ നിങ്ങൾ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു വാല്യൂ കൊടുക്കുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള ആ ഒരു ഫാമിലിയിൽ അവർ എന്തെങ്കിലും ഒപ്പീനിയൻസ് പറയുമ്പോൾ, അതായത് നിങ്ങളുടെ വൈഫ് എന്തെങ്കിലും ഒപ്പീനിയൻസ് പറയുന്ന സമയത്ത് നിങ്ങൾ അതിനെ കൺസിഡർ ചെയ്യാണ്ട് അതിനെ ഇഗ്നോർ ചെയ്യുന്നു, അവർക്കൊരു വാല്യൂ നിങ്ങൾ ലൈഫിൽ കൊടുക്കുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്ലോലി അവർ മാറും, അല്ലെങ്കിൽ അവർ മാറാനായിട്ട് ശ്രമിക്കുകയെങ്കിലും ചെയ്യും. അതിനെ നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഇത്രയും ഫേസ് ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരിക്കലും ഒരു പ്രോമിസ് ബ്രേക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. കാരണം അവർ നിങ്ങളെ വിശ്വസിച്ചാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കുറെ മോഹവാഗ്ദാനങ്ങളൊന്നും അവർക്ക് ആ ലൈഫിൽ കിട്ടുന്നില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾ അവർക്ക് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവര് ചേഞ്ച് ആവുക തന്നെ ചെയ്യും. ഇനി മൂന്നാമത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ എക്സ്ഹോസ്റ്റഡ് ആയിരിക്കും. എപ്പോഴാണ് ഒരു പെൺകുട്ടി എക്സ്ഹോസ്റ്റഡ് ആവുന്നത്? നമ്മുടെ മാരീഡ് ലൈഫിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ആ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് കിട്ടേണ്ട കുറേ റൈറ്റ്സ് അവർക്ക് കിട്ടുന്നില്ല.
അപ്പൊ അവരത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ അവർക്ക് ഇഗ്നോർ മാത്രമാണ് കിട്ടുന്നത്. അല്ലാതെ അതിനൊരു തീരുമാനം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അവരെ ഒന്ന് കൺസിഡർ ചെയ്യുകയോ അവരെ ഒന്ന് മനസ്സിലാക്കാനോ അവിടെ ആരുമില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ സ്വാഭാവികമായിട്ടും അവർ ഇമോഷണലി ടയേർഡ് ആവും, അവർ എക്സ്ഹോസ്റ്റഡ് ആവും. അവർ എന്തെങ്കിലും ആവട്ടെ, എനിക്ക് എൻ്റെ ലൈഫ് മതി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ നിന്നും അവർ പതിയെ ഡിസ്റ്റൻസ് ഇടാനായിട്ട് തുടങ്ങും. ഇനി 4ാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രയോറിറ്റി ആണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ നമ്മൾ നമ്മളുടെ പാർട്ട്ണറിന് കൊടുക്കേണ്ട പ്രയോറിറ്റി നമ്മൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. പല ആളുകൾക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇത്രയും വീഡിയോസ് വരുന്നു, അല്ലെങ്കിൽ ഇത്രയും നമ്മൾ അവെയർ ആണ് ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്, ഒരു മാരീഡ് ലൈഫിനെ സംബന്ധിച്ച് ഒരുപാട് അവയർനെസ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും പല ആളുകളും പല സമയത്തും വൈഫിന് കൊടുക്കേണ്ട പ്രയോറിറ്റി കൊടുക്കാത്ത ആളുകളാണ്. സോ നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ കൺസിഡർ ചെയ്യുന്നില്ല, വേണ്ട പ്രയോറിറ്റി കൊടുക്കുന്നില്ലെങ്കിൽ അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്നും അവർ നിങ്ങളെ താഴോട്ട് കൊണ്ടുപോകും. അതിന് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ ഒരു ബ്രിഡ്ജ് ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആണെന്നാണല്ലോ. അതായത് അവർ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കും നിർബന്ധമായിട്ടും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ ഒരു ഫാമിലിയിൽ ഒരു മാറ്റർ വരുമ്പോൾ അവരെക്കാൾ കൂടുതൽ നിങ്ങൾ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു, അവരുടെ വാക്കൊന്നും അവിടെ ഒരു വിലയും കൊടുക്കുന്നില്ല. അതുപോലെ ഫാമിലിന്റെ മുന്നിൽ അവരെ ഇട്ട് കൊടുക്കുന്നു. ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ കൂടെ നിങ്ങൾ നിൽക്കുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ലൈഫിനോട് തന്നെ ഒരു മടുപ്പ് തോന്നുകയും ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ അവർ നിൽക്കുകയും ചെയ്യും. ഇനി 4ാമത്തെ കാര്യം, ലാക്ക് ഓഫ് എഫേർട്ട് ഫ്രം യുവർ സൈഡ്. നിങ്ങളുടെ സൈഡിൽ നിന്നും ഒരു എഫേർട്ടും അവർക്ക് വേണ്ടി കിട്ടുന്നില്ല. അതായത് അവർ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്, അവരുടെ പല ഇഷ്ടങ്ങളും നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്, പല കാര്യങ്ങളിലും അവർ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിളിക്കുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങളോട് ടൈം സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും പുറത്തു പോകുന്ന അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവരാണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്, അവരാണ് കൂടുതൽ എഫേർട്ട് ഇടുന്നത് എന്ന് വിചാരിക്കാം. എല്ലാവരുടെയും കേസിൽ അങ്ങനെയാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള ആളുകളും നമ്മുടെ സൊസൈറ്റിയിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് സ്വാഭാവികമായിട്ടും ഒരു ഹെവി ഫീൽ തോന്നും. കാരണം ഒരു ബേർഡൻ ആയിട്ട് അത് ഫീൽ ചെയ്യും. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ടും അവർക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ അവരോട് സംസാരിക്കാൻ അല്ലെങ്കിൽ അവരോട് ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു എഫേർട്ടും ഇടുന്നില്ല. അവർക്ക് പ്രയോറിറ്റി കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് എന്താ തോന്നുക, ഞാൻ വെറുതെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അവരെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുകയാണ്. അതായത് അവരെ എഫേർട്ട് ഇടുന്നുണ്ട്, അത് ഓക്കെ, ഇതൊക്കെ ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ അവളുടെ കടമയാണ്, ഈ രീതിയിൽ എടുക്കുകയാണ്. അല്ലാതെ ഒരു രീതിയിലുള്ള സപ്പോർട്ടും നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്നില്ല എന്നൊരു തോന്നൽ അവളെ വളരെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു പെൺകുട്ടി ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവളുടെ പ്രയോറിറ്റി അവൾക്ക് കൊടുക്കാനായിട്ട് തുടങ്ങും. അതായത് അവളുടെ ഫസ്റ്റ് പ്രയോറിറ്റി അവളായിട്ട് മാറും. അവളുടെ സന്തോഷങ്ങൾ തേടിപ്പോവും. അവളുടെ ഹാപ്പിനെസ് എന്തൊക്കെയാണോ അതിനു വേണ്ടി അവൾ എഫേർട്ട് ഇടാൻ തുടങ്ങും. അവളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവളെ നന്നായി കാണിക്കാൻ വേണ്ടിയിട്ട് അവൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. അവളുടെ സന്തോഷങ്ങൾ തേടിപ്പോവുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വേറൊരു എക്സ്ട്രാ മെറിറ്റൽ അഫെയറിലേക്ക് പോകുന്നു അല്ലെങ്കിൽ വേറൊരു പാർട്ട്ണറിനെ തേടി പോകുന്നു എന്നൊന്നും അല്ല കേട്ടോ. ഇപ്പൊ സ്വാഭാവികമായിട്ടും ചില പുരുഷന്മാർക്കുള്ള ഒരു വിചാരമാണ്, അല്ലെങ്കിൽ ചില സ്ത്രീകൾക്കുള്ള ഒരു വിചാരമാണ്, ഇപ്പൊ നമ്മളോട് ഓൾറെഡി നല്ല സ്നേഹത്തിൽ നിന്നിരുന്ന ഒരാള് പെട്ടെന്ന് ചേഞ്ച് ആവുമ്പോൾ അവർക്ക് അപ്പുറത്തെ സൈഡിൽ വേറൊരാളെ കിട്ടുമ്പോഴാണ് ഇവർ ചേഞ്ച് ആവുന്നതെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചും അവൾ ചേഞ്ച് ആവുന്നത് അവൾക്ക് വേണ്ടിയാണ്. അല്ലാതെ വേറൊരാൾ അവിടെ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ വേറൊരാളായിട്ട് റിലേഷൻഷിപ്പിലോ ആവുമ്പോഴോ അല്ല നിങ്ങളോട് അവർ ഡിസ്റ്റൻസ് ഇടുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്, പക്ഷെ പല കാരണങ്ങൾ അതിനുണ്ട്. ഇതുപോലെ അവളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തും നിങ്ങളിൽ നിന്നുള്ളൊരു ഡിസ്റ്റൻസ്, അവളുടേതായിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. സോ ഒരു പെൺകുട്ടി നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും പതിയെ അകന്നു പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ ശരിക്കും അവരുമായിട്ട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അവളുടെ ശരിക്കുള്ള പ്രശ്നം എന്താണ് എന്ന് നിങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. അവൾ അങ്ങനെ പെട്ടെന്നൊന്നും അത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. എന്നാലും നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൾ എന്താണ് അവളുടെ ശരിക്കത്തെ പ്രശ്നം എന്നുള്ളത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ രാഷ്ന സൈനിങ് ഓഫ്.